ഹലോ, എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ യൂട്യൂബ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. അതിനകത്ത് പുള്ളിക്കാരിയാണെങ്കിൽ പേഴ്സും പിന്നെ നമ്മൾ ഈ ജ്വല്ലറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉള്ള ഗ്ലാസ്സുകളും പേഴ്സും ഒക്കെ അതിൽ പ്രിൻ്റ് വാങ്ങിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇവിടെയാണെങ്കിൽ കുറേ ഗ്ലാസ്സുകൾ ഇരിപ്പുണ്ട് ഇതേപോലെ പ്രിൻ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അധികവും ജ്വല്ലറിയിലെ അല്ല, അധികവും ബാങ്കിലെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ബാങ്ക് ഇടപാടുകളാണ് കൂടുതൽ, അതുകൊണ്ട് ബാങ്കിലെ ഗ്ലാസ്സുകളിലാണ് ഇവിടെ അധികം ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് വിനാഗിരി ഒഴിച്ചിട്ട് ആ വിനാഗിരിയിലേക്ക് നമ്മുടെ ഗ്ലാസ്സോ ഈ പ്രിൻ്റുകളുള്ള പേഴ്സോ ഒക്കെ കുറച്ച് നേരത്തേക്ക് മുക്കി വെച്ചിട്ട് പിന്നെ ഒരു തുണി വെച്ച് തുടച്ചെടുക്കണം. അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ കണ്ടപാടെ ചാടി എഴുന്നേറ്റ് ഓടി വന്ന്, കാരണം വേറെ ചിലവൊന്നുമില്ലല്ലോ, വിനാഗിരി ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ വിനാഗിരി എടുത്തുകൊണ്ട് വന്നു, ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് മുക്കി വെക്കുകയാണ്. കുറച്ച് ക്ഷമ കുറവായതുകൊണ്ട് ഞാനിതെല്ലാം പെട്ടെന്ന് മുക്കിയെടുക്കാൻ നോക്കി. വേഗം എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വെച്ച് അനക്കി കൊടുത്തു. ഇത് അനക്കാണ്ട് വെക്കണമായിരുന്നോ എന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടില്ല. ആവേശം കയറിയിട്ട് 2 ഗ്ലാസും കൂടി എടുത്തതിനകത്ത് മുക്കാൻ നോക്കി. പക്ഷേങ്കിൽ ഒരു ഗ്ലാസ്സേ ഇരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അത് കുറേ നേരം ഞാനൊന്ന് മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേങ്കിലുണ്ടല്ലോ, എന്താ പറയണ്ടേ, എൻ്റെ വിനാഗിരീൻ്റെ കുഴപ്പമാണോ ഇനി എൻ്റെ മുക്കി വെക്കലിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, സംഭവം വൻ ഫ്ലോപ്പായിരുന്നു. വലിയ കാര്യത്തിൽ ഗ്ലാസ്സിൽ പ്രിൻ്റൊക്കെ മായ്ക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തുകൊണ്ട് വന്ന് തുടച്ച് എനിക്ക് പക്ഷേങ്കിൽ ഞാൻ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല. ഒരല്പം പോലും എൻ്റെ ഗ്ലാസ് ഒന്നത് മാഞ്ഞു പോയില്ല കേട്ടോ. ബാങ്കിലെ പ്രിൻ്റ് അങ്ങനെ തന്നെ അവിടെ ഉണ്ട്. തോൽവികൾ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്നാണല്ലോ പറയാറ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ തോൽവി ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. കുറച്ചും കൂടി വിനാഗിരി എടുത്തതിനകത്ത് കമഴ്ത്തി കൊടുത്തു. ഇവിടെ ആകെ ഇത്രയും സിർക്ക ഉണ്ടായിരുന്നുള്ളൂ, അത് കംപ്ലീറ്റ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ സിർക്ക എന്നാണ് പറയുക കേട്ടോ. നമ്മളെ നാട്ടിൽ വിനാഗിരി എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ പറഞ്ഞു വായിൽ സിർക്ക എന്ന് വേഗം വന്നതാണ്. അപ്പോൾ അതൊഴിച്ച് കൊടുത്തിട്ട് ഞാൻ അടുത്ത ഗ്ലാസ് എടുത്തു. അത് വേറെ ബാങ്കിൻ്റെ പ്രിൻ്റാണ് കേട്ടോ. നേരത്തെ കണ്ടത് കുറ്റ്യാട്ടൂർ സഹകരണ ബാങ്കാണെങ്കിൽ ഇത് മുല്ലക്കൊടി സഹകരണ ബാങ്കിൻ്റെ പ്രിൻ്റാണ്. അപ്പോൾ 2 ബാങ്കിന് ഒരു പരസ്യമായി. അങ്ങനെ ഗ്ലാസ് ഇതിൽ മുക്കി വെച്ചു. ക്ഷമയൊക്കെ എനിക്ക് വളരെ കുറവാണ് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ റിസൾട്ട് എന്തായി എന്നറിയാനുള്ള ഒരു എന്താ പറയുക, ഒരു ത്വര എനിക്കങ്ങ് വരും. അപ്പം ഞാൻ അതുകൊണ്ട് മുക്കി വെച്ച ഗ്ലാസ് വേഗം എടുത്തിട്ട് വീണ്ടും തുടച്ച് നോക്കി, പോകുന്നില്ല. പിന്നെയും ഞാൻ ശ്രമിച്ചു കേട്ടോ. കുറേ നേരം ഞാൻ എടുത്തു. വീഡിയോയിൽ അത്രയേ ഉള്ളെങ്കിലും ഞാൻ കുറേ സമയം പണിയെടുത്തു ഇതിനകത്ത്. അടുത്ത ഗ്ലാസ് മുക്കി നോക്കിയിട്ട് അതും പോകുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി വിനാഗിരിയിൽ ഒഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേങ്കിൽ നമ്മളെ വിനാഗിരി തീർന്നു പോയിട്ടുണ്ട്. ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് നമ്മളെ കയ്യിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഓടിപ്പോയി ഇത് ചെയ്ത് നോക്കും. ഇത് മാത്രമൊന്നുമല്ല, മിക്ക ഇങ്ങനത്തെ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ പരീക്ഷിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഈ ഗ്ലാസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, പോയൊന്നുമില്ല. പക്ഷേങ്കിൽ ഇനിയും ഞാനിത് ചെയ്ത് നോക്കും. കാരണം ആ വീഡിയോയ്ക്കകത്ത് അവർ ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് പ്രിൻ്റ് മാഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ വിനാഗിരീൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പുതിയ വിനാഗിരി വാങ്ങിയിട്ട് ഞാൻ വീണ്ടും ഈ പരീക്ഷണം ഒന്നും കൂടി ആവർത്തിക്കുന്നതായിരിക്കും. നിങ്ങളിങ്ങനെ പരീക്ഷിച്ച് നോക്കി ഗ്ലാസ്സിലെയൊക്കെ പ്രിൻ്റ് മായ്ച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇതുപോലെയുള്ള ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കി വിജയിച്ചവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. നമുക്ക് വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.